ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു സ്റ്റീലിൻ്റെ ജഗ്ഗാണ്. അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന ഒരു 2 ലിറ്റർ വരെ കപ്പാസിറ്റിയിലുള്ള ഒരു ജഗ്ഗാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് ജഗ്ഗിന്. അത്യാവശ്യം നല്ല സ്റ്റീലിലാണ് വരുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ പുറമെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം അടിപൊളിയാണ്. ഫുൾ സ്റ്റീലിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതാ ഇതിൻ്റെ ലിഡ് കാണിച്ചു തരാം. ലിഡ് നല്ല ടൈറ്റിലാണ്ടോ ലിഡ് നിൽക്കുന്നതും. പിന്നെ അതാ ഈ ഒരു രീതിയിലാണ്ടോ ലിഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഒഴിച്ചു വെച്ചാലും കുറച്ച് നേരത്തേക്കൊക്കെ ചൂട് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ലിഡ് ആയതുകൊണ്ട് തന്നെ വെയിറ്റിൽ വരുന്ന ലിഡ് ആയതുകൊണ്ട് കുറച്ച് നേരത്തേക്കൊക്കെ ചൂട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 198 രൂപയാണ് കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ എക്സ്ട്രാ വർത്തായുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഭയങ്കര യൂസ്ഫുള്ളും ആണല്ലോ ജഗ് എപ്പോഴും. പിന്നെ ചൂടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിച്ചു വെക്കാൻ എന്തുകൊണ്ട് നല്ലത് സ്റ്റീലിൻ്റെ ജഗ് തന്നെയാണ് കേട്ടോ. സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ്, പ്ലാസ്റ്റിക് കഴിയുന്നത് ഒഴിവാക്കുക, ചൂടുള്ളതൊക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുകൊണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വർത്തായുള്ള പ്രൊഡക്റ്റാണ്, നല്ല യൂസ്ഫുള്ളും ആണ്. അടുത്ത പ്രൊഡക്റ്റ് സെറാമിക്കിന്റെ ഒരു പ്ലേറ്റിന്റെ സെറ്റാണ്. 4 വരുന്ന ഒരു സെറ്റാണ് ഇത്. സാധാ പ്ലേറ്റ് പോലെ ചെറുതായിട്ടൊരു കുഴിയുള്ള രീതിയിൽ വരുന്ന പ്ലേറ്റ്. നമുക്ക് നൂഡിൽസ്, അതുപോലെ പാസ്ത, സൂപ്പൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലേറ്റ് ആയിട്ടും ബൗളായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലേറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല ക്വാളിറ്റിയുള്ള സെറാമിക്കിലാണ് വരുന്നത്. കാരണം ഓരോ പ്ലേറ്റും നല്ല വെയിറ്റ് ഉണ്ട്. ഡിസൈനൊക്കെ കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നല്ല ഫിനിഷിങ്ങും ഉണ്ട് കേട്ടോ. ഡാമേജോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള സെറാമിക്കിൽ വരുന്ന നല്ല അടിപൊളി 4 പ്ലേറ്റിന്റെ സെറ്റാണ്. ഈ ഒരു 4 541 രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. അപ്പം ആ ഒരു പ്രൈസിനൊക്കെ വർത്താണ്. കാരണം നമുക്ക് ഷോപ്പിൽ നിന്ന് ആ റേറ്റിനൊന്നും എന്തായാലും കിട്ടില്ലല്ലോ ഇതുപോലുള്ള പ്ലേറ്റ് ഒന്നും. സെറാമിക്കിന്റെ സംഭവങ്ങളൊക്കെ നല്ല പ്രൈസാണ് കേട്ടോ ഷോപ്പിൽ. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മീഷോന്ന് വാങ്ങിക്കുമ്പോൾ നല്ല വില വ്യത്യാസത്തിലാണ് നമുക്ക് മീഷോന്ന് കിട്ടുന്നത്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി പ്ലേറ്റ്സ് ആണ്. പിന്നെ നമുക്ക് വലുതല്ല, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസിൽ വരുന്നത് കേട്ടോ. ഒരുപാട് ചെറുതല്ല, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസിൽ വരുന്ന പ്ലേറ്റ്സ് ആണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു ഇലക്ട്രിക് ചോപ്പറാണ് കേട്ടോ. ഇലക്ട്രിക് ചോപ്പർ എന്ന് പറയുമ്പോൾ ഇത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യുക. പിന്നെ വെച്ചിട്ട് ഭയങ്കര ചെറുതാണ്, ഒരുപാട് വലുപ്പമൊന്നുമില്ല. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീറ്ററാണ് കേട്ടോ. ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ സംഭവം അടിപൊളിയാണ്. പക്ഷെങ്കിൽ ഭയങ്കര ചെറുതാണ്. ഞാൻ കുറച്ചുകൂടി ഒരു വലുപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത്രയ്ക്ക് വലുപ്പമില്ല, ചെറുതാണ്. നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ അതാ ഇവിടെയാണ് കേട്ടോ ചാർജ് ചെയ്യുക. ഇതിൻ്റെ ഒരു ചാർജറും കൂടെ തന്നെ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ അപ്പം അങ്ങനെ. അപ്പം ഈ ഒരു ബ്ലേഡൊക്കെ ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായി ശ്രദ്ധിക്കണം. കാരണം അറിയാതെ ഞാനും ആ ഒരു ബട്ടണിലൊക്കെ പ്രസ്സായി പോയാലൊക്കെ പെട്ടെന്ന് ഇത് ഓൺ ആവും. അപ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ചെറിയ ഉപകാരങ്ങൾക്കൊക്കെ പറ്റും. അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്, ചെറുതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു അതിൻ്റെ ആ ഒരു ജാറും അതുപോലെ മുകളിലെ ഭാഗമൊക്കെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഇലക്ട്രിക്കും ആണ്, ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 230 രൂപയായിരുന്നു കേട്ടോ. ആ പ്രൈസിന് വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ ചോദിച്ചാൽ സൈസ് വൈസ് വರ್ತല്ല, പക്ഷെങ്കിൽ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു എഗ് ബോയിലർ ആണ് കേട്ടോ. നമുക്ക് ഇലക്ട്രിക് എഗ് ബോയിലറാണ്. നമുക്ക് കറണ്ടിൽ യൂസ് ചെയ്തിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാൻ, അതുപോലെ പഴം പുഴുങ്ങിയെടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്റ്റീം ചെയ്തെടുക്കുന്ന ഐറ്റംസ് ഒക്കെ, അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റീമറാണ് ഇത്. എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കപ്പും ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളം അളന്നെടുത്തിട്ട് ഈ ഒരു ട്രേയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുകളിൽ ഈ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ട് അതിലെന്താണോ നമുക്ക് വെക്കാനുള്ളത്, എഗ് ആണെങ്കിൽ എഗ്, ഇനി അതല്ല പഴമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ്, സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കൂലേ, അങ്ങനെയുള്ളതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അത് ഇതിലേക്ക് വെച്ചെടുക്കുക. മുട്ട ആണെങ്കിൽ ഇതൊരു 7 നമുക്ക് വെക്കാം കേട്ടോ. അപ്പം അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ ഈ ഒരു ലിഡും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പ്ലഗ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് ബോയിലായി വന്നോളും. അങ്ങനെയുണ്ട്. അടിപൊളി പ്രൊഡക്റ്റ് ആണ്, നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്.
ചെറുതാണ്. ഇതിന് തന്നെ പല മോഡലും പല രീതിയിലുള്ളത് മീഷോയിലുണ്ട് കേട്ടോ. 2 സ്റ്റാൻഡായിട്ട് വരുന്നത്, അതുപോലെ അടിയിൽ നമുക്ക് വേറെ കുക്ക് ചെയ്യാനും മേലെ സ്റ്റീം ചെയ്യാനും രീതിയിലുള്ളത്, അങ്ങനെയൊക്കെ ഉള്ളത് മീഷോയിലുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 285 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളു. എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഒരു ബ്രഷാണ്, ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രഷും, എന്നാൽ അതിനോടൊപ്പം തന്നെ വൈപ്പറും കൂടി വരുന്ന ഒരു ബ്രഷാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വൈപ്പറും താഴെ ബ്രഷും ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ആണ്, കാരണം നമുക്ക് വെള്ളം വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാനും വൈപ്പ് ചെയ്യാനും ഒരേ ടൈമിൽ കഴിയുന്ന ഒരു ബ്രഷാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇതിന്റെ ഈ ഹാൻഡിലും കാര്യങ്ങളും, ബ്രഷ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്, വൈപ്പർ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. അടിപൊളിയാണ് പ്രൊഡക്റ്റ്. പിന്നെ ഇത് അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ സെപ്പറേറ്റ് പാർട്ടാണ് കേട്ടോ അതിന്റെ ആ ഒരു സ്റ്റിക്ക് വരുന്നത്. അപ്പൊ അതിങ്ങനെ ഊരിയെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാണ്ട് അല്ലാതെ നമുക്ക് സാധാരണ ബ്രഷ് പോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാ ഇത്രയും നീളത്തിൽ വരുന്ന ഒരു ബ്രഷാണ് കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വരുന്നത്. പ്രൈസ് 175 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ഈ ഒരു വുഡൻ ട്രേ ആണ് കേട്ടോ. ഇത് നമുക്ക് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുക, അതുപോലെ സെർവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് യൂസേജ് ഉള്ള ഒരു ട്രേ ആണ്. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു വുഡൻ ട്രേ ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ല വെയിറ്റിൽ, നല്ല ഫിനിഷിങ്ങിൽ, നല്ല ഡിസൈനിൽ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ട്രേ ആണ് കേട്ടോ. നല്ല പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. എനിക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെങ്കിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റുള്ള വുഡനാണ് കേട്ടോ. ഒറിജിനൽ വുഡൻ തന്നെയാണ്, പ്ലൈവുഡും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. ഒറിജിനൽ വുഡ് തന്നെയാണ് വരുന്നത്. അപ്പം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ഇതിലിപ്പോൾ ഇതിപ്പോൾ എന്ത് യൂസേജിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഓയിൽ ബോട്ടിൽസ് ഒക്കെ വെക്കാൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ലാണ്ട് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു ട്രേയിൽ സെർവ് ചെയ്താൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 256 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുന്നുണ്ട്. വാങ്ങിയാൽ എന്തായാലും നമുക്ക് മുതലാവുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ്, ഇത് സെറാമിക്കിന്റെ 2 കുഞ്ഞു ജാറുകളാണ് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള ഒരു ട്രേയും ഉണ്ട്. ഇത് ഒരു സെറ്റാണ്. ഈ ട്രേയും സെറാമിക് ജാറും കൂടി വരുന്ന ഒരു സെറ്റാണ്. ചെറിയ ജാറുകളാണ് കേട്ടോ, ഒരുപാട് വലിപ്പമൊന്നുമില്ല. ചെറിയ വലുപ്പത്തിലുള്ള ജാറുകളാണ്. നമുക്ക് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ പാകത്തിലുള്ള ഒരു വലുപ്പത്തിലാണ്. അതുപോലെ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പുളി ഇട്ട് വെക്കാം. അങ്ങനെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ജാറാണ്. പിന്നെ നല്ലതല്ലാണ്ടെങ്കിൽ നമുക്ക് ഷോപ്പീസായിട്ടും കിച്ചണിൽ വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിന്റെ ലിഡ് സാധാരണ എല്ലാ സെറാമിക് ജാറിനും വരുന്ന രീതിയിലുള്ള ലിഡ് തന്നെയാണ്. ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാന്നേ ഉള്ളൂ, എയർ ടൈറ്റ് ആയിട്ടൊന്നും നിൽക്കില്ല. പിന്നെ ജാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയും ഉണ്ട്, നല്ല ഫിനിഷിങ്ങും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ രണ്ടും ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനി പ്രത്യേകം കാണിക്കണമെന്നില്ലല്ലോ, ആ രീതി തന്നെയാണ് ഈ ഒരു ജാറും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു ജാറുകളാണ്, ഒരുപാട് വലുപ്പമില്ല, എന്നാൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ പാകമുള്ളൊരു വലുപ്പമാണ് കേട്ടോ. പിന്നെ ഈ ട്രേയും സെറാമിക് തന്നെയാണ് വരുന്നത്. ഈ ഒരു സെയിം ക്വാളിറ്റിയിൽ വരുന്ന ട്രേ ആണ് കേട്ടോ. നല്ല വെയിറ്റും കാര്യങ്ങളും അതുപോലെ നല്ല ഫിനിഷിങ്ങും, കാണാനും നല്ല ഭംഗിയുള്ള ട്രേ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 254 രൂപയായിരുന്നു കേട്ടോ. മീഷോയിൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്തിന് ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്താണ്. കാരണം സെറാമിക് ജാർ സാധാരണ മീഷോ തന്നെ നമുക്ക് ഈ ഒരു ഇത്രയും കുറഞ്ഞ പ്രൈസിൽ കിട്ടൂല കേട്ടോ. അപ്പം ഇത് ഏറ്റവും കുറഞ്ഞ പ്രൈസിനാണ് നമുക്ക് കിട്ടുന്നത്. 2 ജാറും അതിന്റെ കൂടെ ഈ ട്രേയും കൂടി ഒരു പ്രൈസിലാട്ടോ വരുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഒരു അടിപൊളി സെറാമിക് ജാറിൻ്റെ സെറ്റാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള നല്ലൊരു അടിപൊളി കളറിൽ നല്ല ഡിസൈനിൽ വരുന്ന 2 സെറാമിക് ജാറുകളാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, സാധാരണ നമ്മൾ കാണുന്ന ഡിസൈനും കാര്യമൊന്നും അല്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു
എന്താ പറയുക ഒരു ഡിസൈനാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ലൊരു കളർ, ഈ ഒരു പിങ്ക് കളറിൽ നമ്മളിങ്ങനെ കിച്ചണൊക്കെ പിങ്ക് തീമിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നവർക്കൊക്കെ നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഇത്. സെറാമിക് ജാറിൻ്റെ അതുപോലെ കളക്ഷൻസൊക്കെ സൂക്ഷിച്ച് വെക്കുന്നവരുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ അത് സാധാരണ എല്ലാ സെറാമിക് ജാറിനും നമ്മൾ നേരത്തെ കാണിച്ച സെറാമിക് ജാറിനുള്ളതുപോലെ തന്നെയുള്ള ലിഡ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 വരുന്നൊരു സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്കിത് ജാറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് പോട്ടായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോട്ടായിട്ട് യൂസ് ചെയ്താലും അടിപൊളിയായിരിക്കും. അതല്ലാണ്ട് നമുക്കിങ്ങനെ ഷോ പീസായിട്ടും വെക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പോ അല്ലെങ്കിൽ പുളിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 444 രൂപയായിരുന്നു കേട്ടോ ഈ 2 വരുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചത് ചെറിയ ജാറാണെങ്കിൽ ഇത് അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന 2 ജാറുകളാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു കോർണർ സ്റ്റാൻഡ് ആണ് കേട്ടോ. നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർണർ സ്റ്റാൻഡ് ആണ്. സ്റ്റീൽ തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ട്, നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വരുന്നത്. ഇതുപോലെ 3 റാക്കുകളായിട്ടാണ് വരുന്നത്. ഇത് കൗണ്ടർ ടോപ്പിന്റെ ഒക്കെ കോർണറിൽ സെറ്റ് ചെയ്ത് വെച്ചാലാണ് കേട്ടോ നല്ല വൃത്തിയിൽ നിൽക്കുക. കാരണം കുറഞ്ഞ സ്പേസിൽ, ഒരു കോർണർ സ്പേസ് എപ്പോഴും നമുക്കൊരു യൂസേജ് ഇല്ലാത്തൊരു സ്പേസ് അല്ലേ, അപ്പം അവിടെ ഇതുപോലുള്ളൊരു റാക്ക് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യാം, കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ചെറിയ ചെറിയ ജാറുകളൊക്കെ ഉണ്ടാവില്ല, ഒരുപാട് ഹൈറ്റുള്ള ജാറൊന്നും ഇതിൻ്റെ ഉള്ളിൽ പോവില്ല കേട്ടോ. ഇതുപോലെ ഹൈറ്റ് കുറഞ്ഞ ജാറുകൾ, അതുപോലെ നമുക്ക് ടീ ഷുഗർ ബോട്ടിൽസ്, ഇനി അതല്ലാതെ എനിക്ക് ഏറ്റവും മുകളിലായിട്ടുള്ള ഈ ഒരു റാക്കിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പ്ലാന്റോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ സ്റ്റീലിലാണ് വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലാണ് കേട്ടോ വരുന്നത്. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 348 രൂപയായിരുന്നു കേട്ടോ. ആ പ്രൈസിനൊക്കെ വേർത്തായുള്ള പ്രൊഡക്റ്റാണ്, കാരണം സ്റ്റീലാണല്ലോ മെറ്റീരിയൽ വന്നിട്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിക്കോളും കേട്ടോ, ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. ഇതിൻ്റെ തന്നെ വേറൊരു റാക്ക് ഉണ്ട് കേട്ടോ മീഷോയിൽ. ഈ ഒരു താഴത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു ലെയർ ഇല്ലാതെ വരുന്നൊരു റാക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇതാണെന്ന് തോന്നിയിട്ട് എനിക്ക്. നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആണ്. ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആയിട്ട് നമുക്ക് അതുപോലെ വാർഡ്രോബിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു മീഷോയിൽ ഫോട്ടോ കണ്ടപ്പം. ഇത് നല്ല വെയിറ്റിൽ വരുന്ന സ്റ്റീല്, അതുപോലെ നല്ല സൈസും ഉണ്ട്, അതുപോലെ ഒരു നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇതിന് കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിൽ ഇതുപോലെ ഗോൾഡൻ കോട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ, വെറുതെ പറയല്ല. നിങ്ങൾക്കിത് വാങ്ങിയാലേ മനസ്സിലാവുള്ളൂ. ഞാൻ പ്രതീക്ഷക്കാട്ടി ഒരുപാട് സൈസും ഉണ്ട്, എനിക്ക് വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അതുപോലെ ബാക്ക് സൈഡ് ഒരു 3 സംഭവം കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 307 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വേർത്താണ് കേട്ടോ. എന്തായാലും വാങ്ങിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പ്ലീസ്. അതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരിക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.